ടെക്നോളജി രംഗത്തെ ഏറ്റവും പുതിയ വാർത്തകളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ടെക് ന്യൂസ് എന്ന സെഗ്മെന്റിലെ മറ്റൊരു ഫ്രഷ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഫേസ്ബുക്ക് പുതുതായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഫീച്ചറാണ്. മാർക്കറ്റ് പ്ലേസ് എന്ന പേരിൽ ഫേസ്ബുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു പുതിയ ഫീച്ചർ കൊണ്ടുവന്നിരിക്കുന്നു. ഇത് പ്രകാരം നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ ഫേസ്ബുക്ക് വഴി വിൽക്കുവാനും അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുവാനും സാധിക്കും. OLX പോലെയുള്ള ഒരു ഇ-കോമേഴ്സ് വ്യാപാരമാണ് ഇതിലൂടെ ഫേസ്ബുക്ക് ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള എന്ത് സാധനവും സെക്കൻഡ് ഹാൻഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പുതിയതായിക്കോട്ടെ അത്തരമുള്ള ഏത് സാധനം വേണമെങ്കിലും നമുക്ക് ഫേസ്ബുക്കിലൂടെ വിൽക്കുവാനും അതുപോലെ മറ്റുള്ളവർ വിൽക്കുവാനായി പരസ്യം ചെയ്തിരിക്കുന്ന സാധനങ്ങളെ നമുക്ക് വാങ്ങുവാനും സാധിക്കും. ഒരു ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമാണ് ഇതിലൂടെ ഫേസ്ബുക്ക് ലക്ഷ്യമിടുന്നത്. ഉദാഹരണത്തിന് നമുക്ക് വസ്തു വിൽക്കാനുണ്ടെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ഈ മാർക്കറ്റ് പ്ലേസിലൂടെ സൗജന്യമായി നമുക്ക് പരസ്യം ചെയ്യാം. അതിലൂടെ നമുക്ക് ഉപഭോക്താക്കളെ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഏത് സാധനങ്ങൾ വിൽക്കുവാനും ഏത് സാധനങ്ങൾ വാങ്ങുവാനും ഇനി മുതൽ ഫേസ്ബുക്കിൻ്റെ ഈ ഒരു മാർക്കറ്റ് പ്ലേസ് നമ്മെ സഹായിക്കും. OLX പോലെയുള്ള സൈറ്റുകൾക്ക് തീർച്ചയായിട്ടും ഫേസ്ബുക്കിൻ്റെ ഈ ഒരു മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന ഫീച്ചർ ഒരു തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിൽ സാംസങ് പിന്തുടർന്നു വന്ന അപ്രമാദിത്യം ഇപ്പോഴിതാ ഷവോമി ഫോണുകൾ മറികടന്നിരിക്കുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സാംസങ് ആയിരുന്നു ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിൽപ്പന വിപണിയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഫോൺ. എന്നാൽ 2017 അവസാന പാദത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട ഫോൺ ആയി ഷവോമി മാറിയിരിക്കുകയാണ്. 2017 അവസാന പാദത്തിൽ ഏതാണ്ട് 8.2 മില്യൺ ഫോണുകൾ ഷവോമി ഇന്ത്യയിൽ വിറ്റപ്പോൾ 7.3 മില്യൺ ഫോണുകൾ മാത്രമേ സാംസങ്ങിന് വിൽക്കാൻ സാധിച്ചുള്ളൂ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സാംസങ് തുടർന്നു വന്ന അപ്രമാദിത്യമാണ് ഇതിലൂടെ ഷവോമി മറികടന്നിരിക്കുന്നത്. ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അതായത് ഇന്ത്യൻ വിപണിയിൽ സ്മാർട്ട് ഫോണുകളുടെ വിൽപ്പന 3% കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. ഇത്തരത്തിൽ സ്മാർട്ട് ഫോണുകളുടെ വിൽപ്പന കുറയാനുണ്ടായ കാരണം ഫീച്ചർ ഫോണുകളുടെ ഇന്ത്യൻ വിപണിയിലേക്കുള്ള കടന്നുകയറ്റമാണ്. റിലയൻസ് ജിയോ, BSNL-ഉം മൈക്രോമാക്സും കൂടി ചേർന്ന് പുറത്തിറക്കിയ ഭാരത് വൺ തുടങ്ങിയ ഫീച്ചർ ഫോണുകൾ ഇന്ത്യൻ വിപണിയിൽ വൻ ചലനം സൃഷ്ടിച്ചതാണ് സ്മാർട്ട് ഫോൺ വിപണന രംഗത്ത് ഇത്തരത്തിലൊരു കുറവിന് കാരണമായിരിക്കുന്നത്. ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട ഫീച്ചർ ഫോൺ എന്ന് പറയുന്നത് റിലയൻസ് ഫോൺ തന്നെയാണ്. ഏതാണ്ട് 27% മാർക്കറ്റ് പിടിച്ചടക്കിക്കൊണ്ടാണ് ജിയോ ഫോൺ മുന്നേറിയിരിക്കുന്നത്. ജിയോ ഫോൺ പ്രഖ്യാപിച്ച ആ കാലത്ത് തന്നെ ഏതാണ്ട് 6 മില്യൺ പ്രീ ഓർഡറുകളാണ് ജിയോ ഫോൺ ലഭിച്ചത്. ഇത്തരത്തിൽ ജിയോ ഫോൺ പോലെയുള്ള ഫീച്ചർ ഫോണുകളുടെ കടന്നുകയറ്റമാണ് ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ വിപണന രംഗത്തെ പിന്നോട്ടടിച്ചിരിക്കുന്നത്. സ്മാർട്ട് ഫോണുകളുടെ ബാറ്ററി കടിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തായിരിക്കും സംഭവിക്കുന്നത്? വളരെ രസകരമായ ഒരു സംഭവമാണ് ചൈനയിൽ നടന്നത്. ഐഫോണുകൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു ഷോപ്പിലേക്ക് കടന്നു വന്ന ഒരു യുവാവ് അവിടെ ഇരുന്ന ഐഫോണിൻ്റെ ബാറ്ററി എടുത്ത് കടിച്ചു നോക്കി. ഉടൻ തന്നെ ആ ബാറ്ററി പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. അവിടെ കൂടി നിന്നവർക്കൊന്നും യാതൊരു അത്യാഹിതവും സംഭവിച്ചില്ല എന്നുള്ളത് ഭാഗ്യം. അതുകൊണ്ട് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അതിൻ്റെ ബാറ്ററി കടിക്കാതിരിക്കുക. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ട്വിറ്ററിൽ ഇതാ ഒരു പുതിയ ഇമോജി. ട്വിറ്ററിൽ #റിപ്പബ്ലിക് ഡേ എന്നോ #റിപ്പബ്ലിക് ഡേ 2018 എന്നോ #ഹാപ്പി റിപ്പബ്ലിക് ഡേ എന്നോ ടൈപ്പ് ചെയ്താലാണ് ഇന്ത്യ ഗേറ്റിൻ്റെ ചിത്രമുള്ള ഒരു ഇമോജി ഇപ്പോൾ തെളിയുന്നത്. ജനുവരി 29 വരെയാണ് ഇത്തരമൊരു ഫീച്ചർ ട്വിറ്ററിൽ കാണാൻ സാധിക്കുക. ഇന്ത്യയിൽ അയക്കപ്പെടുന്ന ഗുഡ് മോർണിംഗ് മെസ്സേജുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്ന് റിപ്പോർട്ട്. ഇന്ത്യയിലെ 1/3 സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കളുടെയും സ്മാർട്ട് ഫോണുകൾ ഇത്തരത്തിലുള്ള ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ കൊണ്ട് നിറഞ്ഞു കവിയുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മറ്റേതൊരു രാജ്യത്തെ അപേക്ഷിച്ചും ഇത്തരത്തിലെ ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ വന്ന് നിറയുന്നത് ഇന്ത്യയിലാണ് കൂടുതലെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ വാട്സപ്പ് രാവിലെ ഓപ്പൺ ചെയ്താൽ കുറഞ്ഞതൊരു 10 പേരുടെയെങ്കിലും ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ രാവിലെ കാണും. സത്യത്തിൽ ഇത്തരം ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ അയക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മുടെ സൗഹൃദങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതിന് അത്തരം ഗുഡ് മോർണിംഗ് മെസ്സേജുകൾക്ക് യാതൊരു പങ്കുമില്ല. നേരെ മറിച്ച് ഇത്തരം ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ അയക്കുന്നത് കൊണ്ടുള്ള ലാഭം നെറ്റ്വർക്ക് കമ്പനികൾക്ക് മാത്രമാണ്. കാരണം ഇത്തരം ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ നമ്മൾ സ്വീകരിക്കുമ്പോഴും അയക്കുമ്പോഴും നമ്മുടെ മൊബൈലിൽ നിന്നും അയക്കുന്ന ആളുടെ മൊബൈലിൽ നിന്നും അത്രത്തോളം മൊബൈൽ ഡാറ്റ നഷ്ടപ്പെടുന്നുണ്ട്. ഈ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നത് കൊണ്ട് ലാഭമുണ്ടാക്കുന്നത് നെറ്റ്വർക്ക് കമ്പനികൾ മാത്രമാണ്. സാംസങ്ങിൻ്റെ പുറത്തിറക്കാൻ പോകുന്ന ഏറ്റവും പുതിയ ഫോൺ സാംസങ് ഗാലക്സി S9 ഫെബ്രുവരി 25 പുറത്തിറങ്ങുമെന്ന് സൂചന. ബാഴ്സലോണയിൽ നടക്കുന്ന മൊബൈൽ വേൾഡ് കോൺഗ്രസിലായിരിക്കും സാംസങ് ഗാലക്സി S9 പുറത്തിറക്കുക.
ഇതിനായി സാംസങ് പുറത്തിറക്കിയിരിക്കുന്ന ഇൻവിറ്റേഷൻ കാർഡിലാണ് ഇതിൻ്റെ സൂചനകൾ ലഭിച്ചിരിക്കുന്നത്. ഈ ഇൻവിറ്റേഷൻ കാർഡിൽ പർപ്പിൾ നിറത്തിൽ ഒരു 9 എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. ഇത് S9നെ സൂചിപ്പിക്കുന്നു. കൂടാതെ ദി ക്യാമറ റീ ഇമാജിൻ എന്ന് എഴുതിയിരിക്കുന്നു. ഇതിൽ നിന്നും S9 എന്ന ഫോൺ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ക്യാമറയിലായിരിക്കുമെന്നും നമുക്ക് മനസ്സിലാക്കാം. ജിയോ നൽകി വരുന്ന ഓഫർ പെരുമഴയിൽ ഇന്ത്യയിലെ മറ്റ് സേവനദാതാക്കൾ വൻ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 16 വർഷക്കാലം കൊണ്ട് ഐഡിയ നേടിയെടുത്തിരിക്കുന്ന ലാഭങ്ങൾ വെറും 16 മാസം കൊണ്ടാണ് ജിയോ നേടിയെടുത്തിരിക്കുന്നത്. ജിയോ നൽകി വരുന്ന ഇത്തരമൊരു ഓഫർ പെരുമഴകളാണ് ഇന്ത്യയിലെ മറ്റ് സേവനദാതാക്കളെ പിന്നോട്ടടിച്ചിരിക്കുന്നത്. ഐഡിയ, എയർടെൽ തുടങ്ങിയ സേവനദാതാക്കൾ വൻ നഷ്ടം നേരിടുന്നു എന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന പ്രയോജനപ്രദമായ വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ ഇനിയും ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യാം. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ വലത് സൈഡിൽ ഒരു ബെൽ ഐക്കണുണ്ട്. അതുകൂടി ക്ലിക്ക് ചെയ്തിരുന്നാൽ ഈ വീഡിയോ ചാനലിൽ നിന്നും വീഡിയോകൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ എത്തുകയും അപ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാൻ സാധിക്കുകയും ചെയ്യും. കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജുണ്ട്. ജയരാജ് ജി നാഥ് ഒഫീഷ്യൽ എന്ന് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ ഫേസ്ബുക്ക് പേജും നമുക്ക് കാണാൻ സാധിക്കും. അതുകൂടി ലൈക്ക് ചെയ്തിരിക്കുക. അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഔട്ട്, ജയരാജ്.